മാവ് കുഴയ്ക്ക് പരുത്ത് മിക്സിയിലിട്ട് അടിക്കുക ഒന്നും ചെയ്യാതെ ഒരു അടിപൊളി പോളയുടെ റെസിപ്പി ആയിട്ട് ഇന്ന് കാണിക്കുന്നത്. ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ്. ലാസ്റ്റ് മിനിറ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തതാണ് കേട്ടോ, അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കോരിയെടുക്കാം കേട്ടോ നെയ്യിൽ നിന്ന്. ഇനി ആ ഒരു സെയിം നെയ്യിൽ തന്നെ 2 നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചെടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരിവിയതും 1/2 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള നട്സും അതേപോലെ മുന്തിരിയും അതും ഇട്ട് കൊടുക്കാം. കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫില്ലിങ് റെഡി. പിന്നെ 2 മുട്ടയിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും ഒരു 2 നുള്ളു ഉപ്പും 1/2 കപ്പ് പാലും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് സമൂസ ഷീറ്റാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പോള റെഡിയാക്കി എടുക്കുന്നത്. സമൂസ ഷീറ്റ് ഈ ഒരു എഗ് മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഏതിലാണോ സെറ്റ് ചെയ്തെടുക്കുന്നത് ആ പാനിൽ നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക. ഒന്നിൻ്റെ മുകളിൽ സൈഡിലായിട്ട് ഒട്ടിക്കിടക്കുന്ന രീതിയിൽ. എന്നിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. മുകളിൽ ഇതേപോലെ തന്നെ ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള മുട്ട മിക്സും അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഡെക്കറേഷന് മാറ്റി വെച്ചുള്ള നട്സും ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. നെയ്യ് തടവിയിൽ വേറൊരു പാനിലേക്ക് കമഴ്ത്തി കൊടുത്തിട്ട് ആ ഭാഗം ഒന്ന് ചൂടാക്കി എടുക്കുക. ഞാനിപ്പോൾ മധുരമുള്ള ഫില്ലിംഗ് ആണ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ.